വകുപ്പില്ല എങ്കിൽ എനിക്ക് നായയുടെ വിലയുണ്ടാകുമോ? ഒടുവിലത ആ സുപ്രധാനമായ തീരുമാനം വന്നിരിക്കുന്നു. രമേശ് ചെന്നിത്തല VD സതീശൻ മന്ത്രിസഭയിൽ അംഗമാകും. അദ്ദേഹം VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുമായിരുന്നു. MLA സ്ഥാനം താൻ രാജിവെക്കും എന്നുവരെ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഭീഷണി മുഴക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ ഇപ്പോൾ എല്ലാ മഞ്ഞും ഉരുകിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ഇതാ മന്ത്രിസഭയിലേക്ക് ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. പലരും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. VD സതീശൻ അദ്ദേഹത്തെ ഇന്ന് നേരിട്ട് പോയി കണ്ടു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തി. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിലും രമേശ് ചെന്നിത്തല തൃപ്തനായിരുന്നില്ല. അതേ തുടർന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ദീപാദാസ് മുൻഷി വന്നു, ബെന്നി ബെഹനാൻ വന്നു. അവിടെ കൊണ്ടും രമേശ് ചെന്നിത്തല നിന്നില്ല. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായിട്ടുള്ള അൻവർ സാദത്തും ജോസഫ് വാഴക്കനും MK രാഘവനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച നടത്തി. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ ഒരു തീരുമാനമായിരിക്കുന്നത് MLA ആയി തുടരുന്നതിനേക്കാൾ നല്ലത് VD സതീശൻ നൽകുന്ന ഏതെങ്കിലും ഒരു വകുപ്പ് ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുത്തില്ല എങ്കിൽ പട്ടിയുടെ വില പോലും ഉണ്ടാവില്ല എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചറിഞ്ഞു. കാരണം കോൺഗ്രസിലെ ഒരു MLAക്ക് എന്താണ് വില? ഒരു വിലയുമില്ല. അത്തരം ഒരു വിലയില്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഇത്രയും സീനിയോറിറ്റി ഉള്ള ഒരാൾ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി. രമേശ് ചെന്നിത്തലയും അത് സ്വയം മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല സതീശന് മുൻപാകെ വെച്ച ഒരു ഉപാധി തനിക്ക് ആഭ്യന്തരം കിട്ടണമെന്നാണ്. എന്നാൽ VD സതീശൻ ഒരു കാരണവശാലും ആ ഒരു ഉപാധി സ്വീകരിച്ചില്ല. ഒരു കാരണവശാലും ആഭ്യന്തരം വിട്ടു നൽകാൻ താൻ തയ്യാറല്ല എന്ന് VD സതീശൻ രമേശ് ചെന്നിത്തലയെ അറിയിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തല രണ്ടാമത്തെ ഒരു ഉപാധി വെച്ചത് തനിക്ക് ആഭ്യന്തരമില്ലെങ്കിൽ വേണ്ട, തൻ്റെ ഒപ്പമുള്ള 1 or 2 പേരെ കൂടി മന്ത്രിസഭയിലേക്ക് എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ 3 മന്ത്രിസ്ഥാനം തങ്ങൾക്ക് വേണമെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഏകദേശം പറയാം. കാരണം രമേശ് ചെന്നിത്തല ഏതായാലും മന്ത്രിസഭയിലേക്ക് വരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്ന ഈ 2 പേർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കാരണവശാലും ആഭ്യന്തരം കൊടുക്കില്ല, പകരം ധനകാര്യം പോലുള്ള ഒരു വകുപ്പായിരിക്കും. ഏതായാലും രമേശ് ചെന്നിത്തല ഇത്രയും കടുംപിടുത്തം പിടിച്ചുവെങ്കിലും അദ്ദേഹത്തിന് തന്നെ അറിയാം, ഇത്തരത്തിൽ കടുംപിടുത്തവുമായി മുന്നോട്ട് വന്നാൽ ഇനി ആരും അനുനയിപ്പിക്കാൻ വരില്ല. MLA ആയി തുടരുക എന്നത് മാത്രമാണ് തൻ്റെ മുന്നിലുള്ള ഏക വഴി എന്ന് അദ്ദേഹത്തിന് തുടക്കം മുതലേ അറിയാം. പക്ഷേ എങ്കിലും തന്നെ ഒന്ന് നിർബന്ധിച്ചാട്ടെ എന്ന നിലയിലായിരുന്നു അദ്ദേഹം ഇതുവരെ തുടർന്നത്. അങ്ങനെ ഇത്രയും പേർ വന്ന് നിർബന്ധിച്ചിട്ടുണ്ട്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ADGP G ലക്ഷ്മൺ ഇന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടു. അത്തരത്തിൽ പലരും വന്ന് അദ്ദേഹത്തെ കാണുകയും നിർബന്ധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനം, മന്ത്രിസഭയിലേക്ക് താൻ ഉണ്ട് എന്നുള്ള തീരുമാനത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയത്. അഥവാ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു വേസ്റ്റായി തുടരുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് ചേരുക എന്നത് മാത്രമാണ് തൻ്റെ മുന്നിലുള്ള ഏക വഴിയെന്നും ആ വഴി സ്വീകരിച്ചില്ല എങ്കിൽ പട്ടിക്ക് തുല്യമാണെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വയം തിരിച്ചറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭയിലേക്ക് രണ്ടും കെട്ട് ചേരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.